മുൻ എംഎൽഎയും KTDC ചെയർമാനുമായിരുന്ന PK ശശിയെ CPM-ൽ നിന്നും പുറത്താക്കി. പാലക്കാട് CPM വിമതരുടെ കൺവെൻഷനിൽ പങ്കെടുത്തതിന് തൊട്ട് പിന്നാലെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ നടപടി വരുന്നത്. ശശി ഒറ്റപ്പാലത്ത് വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പുറത്താക്കൽ നടപടി. എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും PK ശശിയെ നീക്കം ചെയ്തതായി പാലക്കാട് ജില്ലാ സെക്രട്ടറി N. സുരേഷ് ബാബു വ്യക്തമാക്കി. അപ്പോൾ PK ശശി എനിക്കെതിരെ പറഞ്ഞൊരു ആരോപണം, എന്തെങ്കിലും അത്തരത്തിലൊരു കാര്യം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം. ഒരു തരി മണ്ണിന്റെ വലുപ്പമോ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഭാര്യയുടെ വരുമാനത്തിൽ നിന്നും അധികമായി എന്തെങ്കിലും ഒരു തരിയുടെ സമ്പത്തിന്റെ വലുപ്പമോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ വ്യക്തി ജീവിതത്തിലോ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാലും ഞാനിപ്പോൾ പറഞ്ഞത് ആവർത്തിക്കുക. എന്നാൽ PK ശശി അതിന് തയ്യാറാവൂ? ശശിക്ക് ഇപ്പോൾ ഒരുതരം വിഭ്രാന്തിയിലാണ്. കാരണം ഇതുവരെ എല്ലാം അനുഭവിച്ച് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എത്തിയല്ലോ എന്നുള്ള വിഭ്രാന്തിയിൽ പലതും പറയും. ആ വിഭ്രാന്തിക്കൊക്കെ ഞാൻ ആൻസർ പറയേണ്ട കാര്യമുണ്ടോ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുക നടപടിയല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എക്സ്പെൽഷനാണ്, എക്സ്പെൽ ചെയ്തു. അങ്ങനെയാണ്. ഇതിൽ കൂടുതലായും ജില്ലാ സെക്രട്ടറിക്ക് എതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതൊരു വ്യക്തിപരമായ പ്രശ്നം കൂടിയായിട്ടാണോ? വ്യക്തിപരമായ പ്രശ്നം കൂടി ഇതിൽ വന്നിട്ടുണ്ട്. വ്യക്തിപരാണത്. ഇവന്റെ പ്രശ്നങ്ങൾ ഞാൻ ഇവനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവന്റെ പ്രശ്നം മുഴുവൻ വ്യക്തിപരമാണ്. കാരണം രാഷ്ട്രീയമാകാൻ ഒരു വഴിയില്ല. കാരണം രാഷ്ട്രീയമേ ഇല്ലാത്തവനാണ് ഈ ജില്ലാ സെക്രട്ടറി. അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. ഏത് നമുക്ക് ആലോചിക്കാം. AK സ്റ്റെഫിൻ, ഗോകുൽ VS രണ്ടുപേരും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് നിന്നും. സ്റ്റെഫിൻ, പാർട്ടിക്ക് നേരെ കടന്നാക്രമണം, അങ്ങനെ വിമത കൺവെൻഷൻ വിളിക്കുന്നു. ജില്ലാ സെക്രട്ടറിയുടെ പേരെടുത്ത് പറഞ്ഞ് ഗുരുതരമായിട്ടുള്ള ആരോപണമടക്കം ഉന്നയിക്കുകയാണ്. പാർട്ടി എത്രത്തോളം ഗൗരവത്തോടുകൂടി പരാമർശങ്ങളെ കാണുകയും ഇപ്പോൾ പുറത്താക്കൽ നടപടിക്ക് പിന്നാലെ പാർട്ടി എന്തൊക്കെ കാര്യങ്ങൾ ഈ പുറത്താക്കലുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് സ്റ്റെഫിൻ? പ്രജീഷ്, ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം PK ശശിയെ സംബന്ധിച്ചിടത്തോളവും വലിയ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് പാലക്കാട് ജില്ലയിൽ മാത്രമല്ല, തിരഞ്ഞെടുപ്പ് അടുത്തൊരു പശ്ചാത്തലത്തിൽ വലിയ പ്രചാരണ ആയുധം ഈ വിഷയമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം PK ശശി അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെയുമെല്ലാം ഉന്നയിക്കുന്നുണ്ട്. മദ്യവുമായി ബന്ധപ്പെട്ട CPM-ന്റെ ഒരു നയപരമായ വ്യതിയാനം തന്നെ ആ ഒരു പ്രതികരണങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ കള്ളുകച്ചവടക്കാരനാണ് എന്നൊക്കെ പറയുമ്പോൾ അത് പാർട്ടി എത്രത്തോളം ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. PK ശശിയും അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലാ സെക്രട്ടറി N. സുരേഷ് ബാബുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്നലെ തുടങ്ങിയതല്ല. കുറേ നാളുകളായി ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. സംസ്ഥാന നേതാക്കളടക്കം ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു സമവായത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന ആശയവിനിമയങ്ങൾ നടത്തിയെങ്കിൽ പോലും അതിലൊന്നും തന്നെ ഒരു പരിഹാരവും ഉണ്ടാകാതായതോടുകൂടിയാണ് KTDC ചെയർമാൻ സ്ഥാനം തന്നെ കുറച്ച് നാൾ മുമ്പ് PK ശശി രാജിവെച്ചത്. അപ്പോഴും കോൺഗ്രസുമായി അടുക്കുന്നു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ അദ്ദേഹം തള്ളുകയാണ്. ഇപ്പോഴും അതിനെ പൂർണ്ണമായും സ്വീകരിച്ച് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ PK ശശിയുടെ ലക്ഷ്യം അങ്ങനെ ഒരു കോൺഗ്രസിന്റെ ബെൽറ്റിലേക്ക് വരുന്നതിനപ്പുറത്തേക്ക് CPM-നകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക എന്നതായിരിക്കും. ഒറ്റപ്പാലത്തും അതോടൊപ്പം തന്നെ മണ്ണാർക്കാടും മറ്റുമെല്ലാം ആ മേഖല കേന്ദ്രീകരിച്ച് വളരെ സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് PK ശശി. അത് CPM-ന് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഇനി PK ശശിയെ നേരിടണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് CPM-ന്റെ പാലക്കാടും അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ഒരു വിഭാഗത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അത് തന്നെ ഇന്ന് ജില്ലാ സെക്രട്ടറിയുടെ വാക്കിൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം നടന്നപ്പോഴും കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു. PK ശശിയുമായി ബന്ധപ്പെട്ടുള്ള പരാതികളെല്ലാം വന്നത് CPM-ന്റെ ജില്ലാ ഘടകത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ എല്ലാം മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ശശിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കൃത്യമായ കാര്യങ്ങൾ, തെളിവുകളെല്ലാം പാർട്ടിക്കകത്തുണ്ട്. ഇത്രയും നാൾ എന്തുകൊണ്ട് അതൊക്കെ വെള്ളപൂശി മറച്ചു വെച്ചു എന്ന് ചോദിക്കുമ്പോൾ തിരുത്താനുള്ള അവസരം എന്നുള്ള മറുപടിയാണ് CPM നൽകുന്നത്. പക്ഷേ ഇനി ഏതായാലും അതില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി മുൻ ഒരു അംഗമെന്നോ അല്ലെങ്കിൽ CPM-ന്റെ മുൻ MLA എന്നോ ഒരു പരിഗണനയൊന്നും CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇനി രാഷ്ട്രീയമായി PK ശശിക്ക് യാതൊരു കാരണവശാലും ലഭിക്കില്ല. ലഭിക്കുന്ന ഒരേ ഒരു പേര് വർഗവചകൻ എന്ന് തന്നെയായിരിക്കും. ആ ഒരു നിലപാട് തന്നെയായിരിക്കും ഇനി തുടർന്നും PK ശശിയോട് CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഒപ്പം രാഷ്ട്രീയമായി കോൺഗ്രസിന് മറുപടി കൂടി നൽകേണ്ടി വരും. PK ശശിയെ ഒരുപക്ഷെ ഒറ്റപ്പാലത്തോ മറ്റോ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ ഇത്രയും നാൾ ഈ PK ശശിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളിലെല്ലാം കോൺഗ്രസ് അതിരൂക്ഷമായിട്ടുള്ള CPM-നെ ആക്രമിച്ചിരുന്നു. അതിലെല്ലാം ഇനി മറുപടി ഒരുപക്ഷെ കോൺഗ്രസിനും പറയേണ്ടി വരും.